ഇത്രയും ദിവസം രൂപക്കൂട്ടിൽ വെച്ച പൂജിച്ച അഫ്വാനെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് ഷെമി. പുറത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷെമി ഒറ്റപ്പെടുമെന്നറിയാം. ഇനിയുള്ള ജീവിതം വഴിയിലാകുമെന്നറിയാം. മാത്രമല്ല താൻ തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും തന്നെ കൊണ്ട് പറയിപ്പിക്കും. അതിന് പോലീസ് കൃത്യമായ വഴികൾ തേടുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഷെമി ഈ കാര്യങ്ങൾ പറയാനായി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് 24-ൽ നിന്നും ഷെമിക്കും റഹീമിനും ഒരു വാഗ്ദാനം ലഭിച്ചത്, വീട് വെച്ച് നൽകാം എന്നുള്ളത്. ശ്രീകണ്ഠൻ നായർ ഷെമിയെ കാണാനായി വീട്ടിലെത്തിയപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ പോലീസിലേക്ക് ഷെമി പറയാൻ കാരണം. മാപ്പു സാക്ഷിയായി കഴിഞ്ഞാൽ അഫ്വാനെ വെറുതെ വിടുമോ സാറേ എന്നായിരുന്നു ആദ്യം ഷെമി ചോദിച്ചത്. പിന്നാലെയാണ് കേട്ടതൊന്നുമല്ല ഇനി കേൾക്കാനിരിക്കുന്നതാണ് ഈ അഫ്വാൻ എന്ന 23 വയസ്സുകാരന്റെ കൊടും ക്രൂരതകൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഷെമി വാതുറക്കുമ്പോൾ സത്യം പുറത്തുവന്നത്. അഫ്വാൻ പോലീസിനോട് പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. തന്നെ ആക്രമിച്ചത് മകൻ അഫ്വാൻ തന്നെയാണെന്ന് ഷെമി പറയുമ്പോൾ വെഞ്ഞാറമൂട്ടിലെ കൊലയ്ക്ക് പിന്നിലെ കാരണവും വ്യക്തമാവുകയാണ്. ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫ്വാൻ കഴുത്ത് വലിക്കുകയായിരുന്നു. അഫ്വാൻ പിന്നിൽ നിന്നും ഷോൾ ഉപയോഗിച്ച കഴുത്ത് നെരിച്ചാണ് അഫ്വാൻ ഷെമിയെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ചത്. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ട്. 50,000 രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സംഭവം നടന്നത്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് അഫ്വാന് സഹിക്കാനാകുന്നതിലും അപ്പുറമായിരുന്നു എന്ന് ഷെമി പോലീസിനോട് വിശദീകരിച്ചു. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടത് എന്നാണ് ഷെമി പറയുന്നത്. കട്ടിൽ നിന്ന് വീണാണ് പരിക്കേറ്റത് എന്നായിരുന്നു മുമ്പ് ഷെമി പറഞ്ഞിരുന്നത്. അഫ്വാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്, എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്, എന്റെ ഓർമ്മയിലും അതുതന്നെയാണ്. പോലീസുകാർ 2 തവണ ചോദിച്ചു. എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ? എന്റെ കൊച്ചിനെ ഇറക്കിത്തരണം. ഇളയവൻ മരിച്ചുപോയി, എനിക്ക് മൂത്ത മകനെ ഇനിയുള്ളൂ, അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം. അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷെമിയുടെ മുമ്പുള്ള ആവശ്യം. എന്നാൽ ഇന്നലെ പോലീസ് മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ സത്യം തുറന്നു പറയുകയായിരുന്നു. മകന്റെ കുറ്റസമ്മതം അടക്കം തിരിച്ചറിഞ്ഞാണ് ഷെമി ഈ മൊഴി നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരുപക്ഷെ ഷെമി ഇത് ഇന്നലെയും പറഞ്ഞില്ലായിരുന്നു എങ്കിൽ കൃത്യമായി തന്നെ തെളിവെടുപ്പിന് എത്തുമ്പോഴും ഈ കൊലപാതകങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോഴും അഫ്വാൻ എന്തൊക്കെയാണോ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ തന്നെ ദൃശ്യങ്ങളായി പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യം ഷെമിയെ കാണിക്കുമെന്ന ഉറപ്പിച്ചു തന്നെയാണ് പോലീസ് ഷെമിയുടെ അടുത്തേക്ക് എത്തിയത്. എന്തായാലും ഷെമി ഈ അഫ്വാൻ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഫ്വാൻ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് പിന്നാലെ ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഷെമി സത്യം പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അഫ്വാന്റെ ഇപ്പോഴുള്ള മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്കാം. അഫ്വാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സെല്ലിൽ അഫ്വാന് ഭക്ഷണം സാധാരണ രീതിയിലുള്ള ദോശയൊന്നും കഴിക്കാനേ പറ്റുന്നില്ല. അഫ്വാന് ഓക്കാന വരുന്നതും അതുപോലെ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ഒക്കെ തന്നെ സെല്ലിനകത്ത് കാണാൻ സാധിക്കുന്നുള്ളതാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. മാത്രമല്ല ബറോട്ടയും ചിക്കനും മാത്രമേ അഫ്വാന് തൊണ്ടക്കുഴിയിൽ നിന്നും ഇറങ്ങുകയുള്ളൂ എന്ന് നേരത്തെ പലതരത്തിലുള്ള വാർത്തകളും വന്നതാണ്. അത് സത്യം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ അഫ്വാനിന്റെ മാനസിക നില തെറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ബന്ധു വീട്ടിലേക്ക് എത്തിയപ്പോൾ നേരിട്ട അധിക്ഷേപം, ആ അധിക്ഷേപത്തിന് പിന്നാലെ നടത്തുന്ന ഈ കൊടും ക്രൂരതകൾ, ആ ക്രൂരതയ്ക്ക് ഉമ്മ മരിക്കുന്നില്ല, ഉമ്മ മരിച്ചെന്നോ ജീവിച്ചെന്നോ അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ നീങ്ങുമ്പോൾ ഇവിടെ മനസ്സിലാകുന്നത് അഫ്വാൻ ഒരുപക്ഷെ ആ കസ്റ്റഡിക്കകത്ത് തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫ്വാൻ നേരത്തെ പറഞ്ഞത് അത് ശരിയാകുമോ എന്നുള്ളൊരു ഭയം കൂടിയുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളാണ് അഫ്വാൻ ഇപ്പോൾ ഉള്ളത്. ഈ സെല്ലിനകത്ത് നിലവിളിയും കരച്ചിലും ഒക്കെയാണ് രാത്രി കേൾക്കാൻ കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പിച്ചും പേയും പറയുന്നു. അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പുറത്തു പറഞ്ഞ മൊഴിയിൽ പക്ഷെ കുറ്റബോധമൊന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കുറ്റം പറയാനും കഴിയില്ല. അതായത് തട്ടത്തുമലയിൽ വീട്ടിൽ ചെന്ന പണം ചോദിച്ചപ്പോൾ അധിക്ഷേപിച്ചു വിട്ടു എന്ന് അവർ പറയുന്നുണ്ട്. അത് അഫ്വാന് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം കഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ സമ്പാദിക്കുമ്പോൾ മറ്റൊരിടത്ത് ദൂർത്തടിച്ചും ഇല്ലാത്ത പണം ഉണ്ടെന്ന് കാട്ടിത്തീർത്തും 10 രൂപ ചെലവാക്കി
ചെലവാക്കേണ്ടടുത്ത് 1000 രൂപ ചെലവാക്കിയും കഞ്ഞിയും ചമ്മന്തിയും കുടിക്കേണ്ടടുത്ത് പൊറോട്ടയും ചിക്കനും മാത്രം കഴിച്ചും വരവറിയാതെ ചെലവ് നടത്തിയും കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനുശേഷം കുത്തുപാള എടുത്തതിനു ശേഷം കഷ്ടപ്പെട്ട് മുണ്ടുമുറുക്കി സ്വന്തം വീട്ടിലത്തേക്കും സ്വന്തം മക്കൾക്ക് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും അധ്വാനിക്കുന്നവന്റെ കൈ നീട്ടുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അവൻ പറയും പോയി പണി നോക്ക് എന്നേ ചിലപ്പോൾ പറയുകയുള്ളൂ. എന്നാൽ മറ്റു ചിലരുണ്ട് അധ്വാനിച്ചതിൽ നിന്നും ഒരു വിഹിതം അവനും കൂടി നൽകാമെന്ന് വിചാരിച്ചവരും ഉണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും സംഗതി ഇവിടെ ആകപ്പാടെ കുഴഞ്ഞു മറിയാൻ കാരണം 50,000 രൂപ തിരിച്ചു നൽകേണ്ട സാഹചര്യം വന്ന ഇടത്താണ് എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള സത്യങ്ങൾ ഇത്രയും നാൾ നമ്മൾ അറിയാത്ത പല സത്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്വാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി പറയുകയാണ്. എന്നോട് ക്ഷമിക്കണമെന്നാണ് അവൻ പറഞ്ഞത്. ബോധം വന്നപ്പോൾ പോലീസുകാരാണ് ഉണ്ടായിരുന്നതെന്നാണ് ഷെമി പറയുന്നത്. കിളിമാനൂർ CI ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു പുതിയ വിവരം നൽകിയത്. കട്ടിൽ നിന്ന് വീണപ്പോൾ സംഭവിച്ചത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയും ഷെമി പറഞ്ഞിരുന്നത്. എന്നാൽ വൈകിട്ടോടുകൂടി മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഷെമി നൽകുകയായിരുന്നു. കട്ടിൽ നിന്ന് വീണതായിരുന്നു ഷെമി എന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തതിനിടയിലാണ് ഷെമി നിർണായക മൊഴി നൽകിയത്. അഫ്വാൻ തന്റെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഷെമി പറയുന്നത്. കഴുത്തിൽ ഷോൾ മുറുക്കിയപ്പോൾ തന്നെ ബോധം പോയെന്ന് ഷെമി പറയുന്നു. മാത്രമല്ല അഫ്വാൻ ആക്രമിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. കേസിൽ ഷെമിയുടെ മൊഴി നിർണായകമാണ്. ഇതിലാണ് ഇപ്പോൾ അഫ്വാനെതിരെ ഷെമി മൊഴി നൽകിയിരിക്കുന്നത്. 3 കേസുകളായിട്ടാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. കേസിൽ പ്രതി അഫ്വാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഹ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പെരുമലയിലെ വീട്ടിലടക്കം 7ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക രീതികൾ അഫ്വാൻ പോലീസിനോട് കൃത്യമായി തന്നെ വിവരിച്ചു നൽകി. അതേസമയം മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് ഇതിനായി പലതും സെർച്ച് ചെയ്തുവെന്നും ഷെമി മൊഴി നൽകിയിട്ടുണ്ട്. ആത്മഹത്യാ തീരുമാനം ഉൾപ്പെടെ പോലീസിനോട് അഫ്വാൻ വിശദീകരിച്ചിരുന്നു. ഇതെല്ലാം ഷെമിയും സ്ഥിരീകരിക്കുകയാണ്. അതായത് ഷെമി മറയ്ക്കുന്ന ഓരോ കള്ളങ്ങളും ഷെമി മറയ്ക്കുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ചും പോലീസ് ഹിന്റ് ഇട്ട് നൽകുകയാണ്. പോലീസിന് ഹിന്റ് കിട്ടണമെങ്കിൽ പോലീസ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഫ്വാനിൽ നിന്ന് തന്നെയാണ് എന്ന് ഉമ്മ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, സത്യം തുറന്നു പറയാമെന്ന് വ്യക്തമാകുന്ന ഘട്ടത്തിൽ, അതായത് ഇനി ജീവിക്കണമെങ്കിൽ ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ സഹായം കൂടിയേ തീരൂ. അപ്പോഴും ഞാൻ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി തന്റെ ജീവിതം നരക ജീവിതമായിരിക്കും. എപ്പോഴും എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറയുന്നു. ഒരുപക്ഷെ താൻ സത്യം മറയ്ക്കുന്നിടത്തോളം കാലം അവൻ പുറത്തിറങ്ങാൻ ഒരുപക്ഷെ വൈകുമല്ലോ എന്ന് വരെ ഓർത്തു നിൽക്കുകയാണ് ഷെമി. ഇനി ഷെമിയുടെ നാളുകൾ അഫ്വാൻ പുറത്തിറങ്ങുന്നത് അഫ്വാനെ കാണാൻ അഫ്വാനോടൊപ്പം ജീവിക്കാനുള്ള ദിവസങ്ങൾക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് ഒടുവിൽ പറയുന്നത്. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇളയ മകനെ കൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്നാണ്. കാരണം 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ആ പയ്യനെ കൊണ്ട്, അതായത് മറ്റു കാര്യങ്ങൾക്ക് ഒന്നും തന്നെ അറിയാതെ അവന്റെ പഠിത്തത്തിലും സൗഹൃദത്തിലും ഒക്കെ തന്നെ മുഴുകിയിരിക്കേണ്ട സമയത്താണ് കൂട്ടക്കൊലപാതകങ്ങളെ കുറിച്ച് ആ ഇളയ മകനെ കൊണ്ട് തന്നെ യൂട്യൂബിൽ ഷെമി സെർച്ച് ചെയ്തിരിക്കുന്നത്. എത്ര പാതകമായ കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എന്തായാലും ഒരു മനുഷ്യന്റെ അവസ്ഥ ദയനീയ അവസ്ഥയിലെത്തുമ്പോൾ ആ മനുഷ്യൻ എന്തെല്ലാം ചെയ്തു കൂട്ടുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ്.